ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതായി വിവരം ലഭിക്കുന്നു. എം സന്തോഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? അഞ്ജന, നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ചില സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്ഥിരീകരിക്കപ്പെട്ട വിവരമല്ല. ഇപ്പോൾ അല്പം കൂടി അത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയും ചില സൂചനകൾ, ഒരു മെറ്റലിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ടുള്ള സൂചനയുണ്ട്. ചിലപ്പോൾ അത് വൈകാതെ തന്നെ നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുകയും ചെയ്യും. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമൊന്നും തിരച്ചിൽ സംഘമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരാരും നടത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും ഈ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒരു ലോഹത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ശുഭകരമായ കാര്യമാണ്. കാരണം ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അത് ഈ പറയുന്ന അർജുൻ്റെ ലോറിയാണെന്ന് ഉറപ്പിക്കാനൊന്നും കഴിയില്ലെങ്കിൽ കൂടിയും ഇതുവരെയും തിരച്ചിൽ നടത്തി ഇതുവരെ ഒരു സാന്നിധ്യവും ഒരു തരത്തിലുള്ള പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത വിധമുള്ള കാര്യങ്ങളായിരുന്നു ഇവിടെ നിന്നും ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ രാവിലെ മുതൽക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ ഉള്ള സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിൽ ഒരുപക്ഷെ ഫലം കണ്ടേക്കാം എന്നുള്ള പ്രതീക്ഷ രാവിലെ മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണ് മാറ്റാൻ ബാക്കിയുള്ള സ്ഥലത്ത് നിന്നുമാണ് മെറ്റലിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഈ ഡിറ്റക്ടർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ലോറിയാണോ എന്നുള്ള കാര്യം ഉറപ്പിക്കാറായിട്ടില്ല. അവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ കാറിൻ്റെ സാന്നിധ്യമാണോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അത് പാറയുടെ സാന്നിധ്യമാണോ എന്നുള്ളത് പോലും കൃത്യമായിട്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും അതൊരു ശുഭ സൂചന തന്നെയാണ്. ഇത്തരത്തിൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിൽ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശുഭസൂചനകൾ ലഭിക്കുന്നു എന്നുള്ളത് അതുമാത്രമാണ് അവിടെ നിന്ന് നമുക്ക്. കാരണം ഒരു മനുഷ്യ സാധ്യമായ ഒരു തിരച്ചിലിനപ്പുറത്തേക്ക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിലിന് മാത്രമേ ഫലം കാണുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ആ മണ്ണിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. സന്തോഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. മണ്ണിനടിയിൽ ലോഹ സാന്നിധ്യമുണ്ട് എന്ന രീതിയിലുള്ള സൂചനകൾ ലഭിക്കുന്നു. ലോഹ സാന്നിധ്യം അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ ലോഹ സാന്നിധ്യമുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. 8 മീറ്റർ താഴ്ചയിലാണ് ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതായി വിവരം ലഭിക്കുന്നത്. സിജു കണ്ണൻ സമഗ്ര വിവരങ്ങളുമായി ചേരുകയാണ്. സിജു, 8 മീറ്റർ താഴ്ചയിൽ ഒരു ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ലഭിക്കുന്നു. നമുക്ക് പ്രത്യാശിക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യമുണ്ടോ? എന്താണ് പറയാനുള്ളത്? അഞ്ജന, മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിക്കുന്നത്. ഈ പരിശോധനയിൽ ലോഹ സാന്നിധ്യം ഈ പ്രദേശത്ത് കണ്ടെത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം അർജുന്റെ മൊബൈൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നിന്ന് ലോഹ സാന്നിധ്യം കണ്ടെത്തി എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ലോറിയുടേതാണെന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭ്യമല്ല. നമുക്ക് അത്തരത്തിലുള്ള ഒരു സംശയമാണ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ സ്ഥലത്തുള്ള പാറകൾക്ക് ഒരു അയൺ സാന്നിധ്യം കൂടുതലുള്ള പാറയാണ് എന്ന് കഴിഞ്ഞ ദിവസം ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ ഉൾപ്പെട്ട വിദഗ്ധർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അതാവാം. പക്ഷേ നമുക്ക് ഒരു സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒരു 8 മീറ്ററിനും 10 മീറ്ററിനും ഇടയിലുള്ള ആഴത്തിലാണ് ഇത് കണ്ടെത്തിയത്. ഇപ്പോൾ ആ മണ്ണിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിച്ചാണ് മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തെ എത്തിച്ചാണ് പരിശോധന നടത്തുന്നത്. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ഭാഗത്തേക്ക് കൃത്യം അടയാളപ്പെടുത്തി ആ ഭാഗത്ത് മണ്ണ് നീക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. വീണ്ടും പരിശോധന നടത്തി ഒന്നുകൂടി ആ സിഗ്നൽ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പരിശോധന നീട്ടും. ആ ഭാഗത്ത് കൃത്യമായും അടയാളപ്പെടുത്തിക്കൊണ്ട് മണ്ണ് നീക്കുന്നതിനുള്ള ഒരു നടപടിക്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞത് ഈ മണ്ണിനടിയിൽ ട്രക്കില്ല എന്ന തരത്തിലുള്ള ഒരു വിവരമാണ് കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഈ മണ്ണിനടിയിൽ ഇത്തരത്തിലൊരു ലോഹ സാന്നിധ്യമോ ഒരു ട്രക്കോ ഒന്നുമില്ല എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അടക്കം പറഞ്ഞു വെക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ അത്യാധുനിക സംവിധാനമായ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ഈ ഡീപ് മെറ്റൽ ഡിറ്റക്ടർ ആണ്. ഇത് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതായി വിവരം ലഭിക്കുന്നത്. സ്വാഭാവികമായി ഒരു മന്ത്രി അടക്കം വന്നുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഈ അത്യാധുനിക സംവിധാനമൊക്കെ ഉപയോഗിച്ച് നമ്മളിപ്പോൾ പരിശോധന നടത്തുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു ലോഹ സാന്നിധ്യം ഉണ്ട് എന്ന സൂചന ലഭിക്കുന്നു. അപ്പോൾ ആ ഒരു രക്ഷാപ്രവർത്തനത്തെ തന്നെ ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. സിജു,
അഞ്ജന, കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ, തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പൂർണ്ണമായും അത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു വാദത്തിലേക്ക്, ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തുകയും അത് ഔദ്യോഗിക ഭാഷ്യമായി സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ പറയുകയും ചെയ്യുക എന്നുള്ളത് വലിയ വിമർശനമായി ഉയർന്നു വന്നിരുന്നു. ഈ സമയത്ത് തന്നെ കേരളത്തിൽ നിന്ന് പോയ രക്ഷാദൌത്യത്തിൽ ഉൾപ്പെട്ട ആളുകളടക്കം പറഞ്ഞത് ഈ പ്രദേശത്ത് വാഹനമുണ്ടാവാൻ, ട്രക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. കാരണം ഈ റോഡിന് പുറത്തേക്ക് കുറച്ച് ഭാഗത്ത് വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാറുണ്ട്. ആ ഭാഗത്ത് പരിശോധന നടത്തണമെന്ന വാദമാണ് മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ഈ ഭാഗത്ത് പരിശോധന നടത്തുന്നത്. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഇന്നലെ തന്നെ എത്തിക്കുമെന്ന് മിലിറ്ററിയുടെ ഔദ്യോഗിക വിഭാഗം അറിയിച്ചിരുന്നു. മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇത് എത്തിച്ച് പരിശോധന നടത്തിയത്. ഈ പരിശോധന കുറച്ചുകൂടി നടത്തേണ്ടതുണ്ട്. നമുക്ക് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നില്ല. ലോറി ഉണ്ട് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ ഇപ്പോൾ കഴിയില്ല. ലോറിയുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള സിഗ്നലാണ് ലഭിച്ചത്. ആ മെറ്റൽ സാന്നിധ്യമുള്ള സിഗ്നലാണ് ലഭിച്ചത്. 8 മുതൽ 10 മീറ്റർ ആഴത്തിലാണ് ഇത് കണ്ടെത്തിയത്. ഏതായാലും ആ ഭാഗത്ത് ആ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി സിജു, തുടരുക. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നതാണ് ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ. ഇത് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു പ്രദേശത്ത് ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 8 മീറ്റർ താഴ്ചയിലാണ് ഒരു കട്ടിയുള്ള ലോഹം ഉണ്ട് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ അപ്പോഴും നമുക്ക് വളരെയധികം പ്രത്യാശ തരുന്ന ഒരു കാര്യം തന്നെയാണ്. 8 മീറ്റർ താഴ്ചയിൽ ഒരു ലോഹ സാന്നിധ്യം, കട്ടിയുള്ള ലോഹ സാന്നിധ്യം കണ്ടെത്തുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഇന്നാണ് എത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇതൊന്നും ഉപയോഗിച്ചുള്ള പരിശോധനയല്ല നടന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഒരു ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ അവിടെ എത്തുന്നത്. അത് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ അവിടെ ഒരു ലോഹ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിന് 3 സാധ്യതകളാണ് ഒരുപക്ഷെ ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്. 1, അർജുന്റെ ലോറി ആയിരിക്കാം. 2, അവിടെ നിർത്തിയിട്ട മറ്റു വാഹനങ്ങൾ, കാർ അടക്കമുള്ള വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ പാറക്കഷ്ണങ്ങളോ മറ്റോ ആയിരിക്കാം. കാരണം അയേൺ ഏറ്റവും കൂടുതൽ മണ്ണിലടങ്ങിയ ഒരു പ്രദേശമാണ് ഷിരൂരിലെ മണ്ണ് എന്നടക്കം ജിയോളജിക്കൽ വിദഗ്ധരടക്കം പറഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുമായിരിക്കാം. ഒരു തരത്തിലും നമുക്ക് ഈ 3 സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിലും നമുക്ക് പ്രത്യാശിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഷിരൂരിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന പുറത്തുവരുന്ന വിവരപ്രകാരം 8 മീറ്റർ താഴ്ചയിൽ ഈ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 8 മീറ്റർ താഴ്ചയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്.